ഹായ്. ഞാനിന്നോർത്തു സിമ്പിൾ മേക്കപ്പ് ലുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് കാണാമല്ലോ, ഇത് ഒറിഫ്ലെയിമിൻ്റെ ഗ്ലോ എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു ഫേസ് വാഷാണ്. ഇത് വിറ്റാമിൻ ഇ ആൻഡ് B3 അടങ്ങിയൊരു ഫേസ് വാഷാണ്. അതുപോലെ തന്നെ ഓൾ സ്കിൻ ടൈപ്പാണ് ഫേസ് വാഷ് കേട്ടോ. അപ്പോൾ നല്ല പ്രൊഡക്റ്റാണ്. ഞാനിത് കുറച്ചായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും. അപ്പോൾ ഞാനിപ്പോൾ റെഗുലറി യൂസ് ചെയ്യുന്നത് ഈ ഒറിഫ്ലെയിമിൻ്റെ ഗ്ലോ എസെൻഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഫേസ് വാഷാണ് കേട്ടോ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ ചെയ്യുന്നത് ഒറിഫ്ലെയിമിൻ്റെ തന്നെ ഇത് പ്യുവർ സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേസ് ലോഷനാണ്. ഇത് മാറ്റിഫൈങ് ആൻഡ് കൂളിംഗ് എഫക്റ്റ് കിട്ടുന്നൊരു ഫേസ് ലോഷനാണ്. ഇതും നല്ല എന്താ പറയുക, ഇട്ട് കഴിയുമ്പോൾ എനിക്കെപ്പോഴും തോന്നാറുണ്ട് നല്ലൊരു മാറ്റി ഫിനിഷ് തോന്നാറുണ്ട്. മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇത് യൂസ് ചെയ്തിട്ട് കുറച്ചായിട്ട് അങ്ങനെ യൂസ് ചെയ്യും കേട്ടോ. ഓക്കെ, ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. വളരെ കുറച്ച് മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. കുറച്ച് എടുക്കുമ്പോൾ തന്നെ നല്ലൊരു കവറേജ് കിട്ടും ഇതിന്. കണ്ടു, ഇവിടെയൊക്കെ നല്ലൊരു ഇത് തന്നെ സത്യം പറഞ്ഞാൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നല്ല ഫേസ് നല്ലൊരു ഗ്ലോ പോലെ തോന്നും, നല്ല സോഫ്റ്റായിട്ട് തോന്നുന്നത് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഒറിഫ്ലെയിമിൻ്റെ ഓൺ കളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫൗണ്ടേഷനാണ്. അത് എൻ്റെ ഷെയ്ഡ് വന്നിട്ട് നാച്ചുറൽ ബേജ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്, നാച്ചുറൽ ബേജ്. അത് നല്ല എനിക്കിഷ്ടമാണ് കേട്ടോ. ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒത്തിരി ഒന്നും എടുക്കണ്ട, നമ്മളൊരു കുറച്ചെടുത്തിട്ട് നമ്മളൊരു എടുത്തിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടിടുന്നത് കുറച്ചായിട്ട് എന്നിട്ടാണ് നമ്മൾ കഴുത്തിലിടണം കേട്ടോ. ഞാൻ നേരത്തെ അതിൻ്റെ ഇടാൻ മറന്നുപോയി. അതുപോലെ ബ്രഷൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. ഞാൻ ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല, ഞാൻ നമ്മുടെ കൈ കൊണ്ട് തന്നെ ആണ്. ഇത് കണ്ടോ, ഇട്ടാലും ഇങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നിക്കുള്ളൂ. അത്ര നല്ല ഒരു ഫൗണ്ടേഷനാണ്. ഒരു കാര്യം പറഞ്ഞാൽ ലിപ് ബാം ടെൻഡർ കെയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിപ് ബാമാണ്. ഇതിൻ്റെ ബ്ലാക്ക്ബെറിയാണ് ഫ്ലേവർ വരുന്നത്. ഇതൊരു ഇച്ചിരി എടുത്തിട്ടുണ്ട്. ലിപ്പിലും അപ്ലൈ ചെയ്ത് കൊടുക്കും. ടെൻഡർ കെയർ ബ്ലാക്ക്ബെറി നല്ല അടിപൊളി ലിപ് ബാമാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് ഇത് റെനയുടെ, ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ റീൽസൊക്കെ കാണുന്നുണ്ട്. മിഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് റെനയുടെ ഒരു കാജൽ സ്റ്റിക്കാണ്. ഞാൻ ഇതിൽ തന്നെ നോക്കിയിട്ടാണ് എഴുതുന്നത്. കണ്ണിൻ്റെ വ്യത്യാസം നോക്കും നിങ്ങൾ. നോക്കാം, ഈ ഐസിൻ്റെ നല്ല വ്യത്യാസമായിരിക്കും. അത്ര നല്ല കുറേ നേരം ലാസ്റ്റ് ചെയ്യും കേട്ടോ. നല്ല വാട്ടർ പ്രൂഫാണ്. എനിക്ക് ഇതിൽ തന്നെ ഇരുന്നുകൊണ്ട് കറക്റ്റായിട്ട് കാണുന്നുണ്ടോ എന്നറിയില്ല.
കണ്ടോ ഇപ്പോൾ ഡിഫറൻസ് വേണം. നല്ല നല്ല നേരത്തെ കണ്ട ഒരു ലുക്കും ഇതും തമ്മിൽ നല്ല വ്യത്യാസമില്ലേ. ഇനി ഒരു ഐലാഷസ് ഒന്ന് ശരിയാക്കാൻ വേണ്ടി മസ്കാര. ഇതും ഓൺ കളറിൻ്റെ തന്നെയാണ്. ബിഗ് ലാഷ് എന്ന് പറഞ്ഞിട്ടൊരു മസ്കാരയാണ്. നല്ല 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 എന്താ പറയുക, നമ്മുടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കും കണ്ണ് രണ്ട് നല്ല വിടർന്നിരിക്കുന്നു. ലാഷസ് നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ. ഇതങ്ങനെ ഒത്തിരി നമുക്ക് ഉണ്ടെന്ന് തോന്നത്തില്ല. ഇതിനകത്ത് എടുത്ത് നോക്കുമ്പോഴത്തേക്കും കണ്ടോ, ഇങ്ങനെ കാണാൻ പറ്റില്ല. പക്ഷെ നല്ല കാണുമ്പോൾ ഓർക്കും നമ്മുടെ ഇതിനകത്തൊന്നും ഇല്ലയെന്നേ തോന്നുള്ളൂ. പക്ഷെ നല്ല അടിപൊളി മസ്കാരയാണ് കേട്ടോ, നമുക്ക് യൂസ് ചെയ്യാൻ. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. കണ്ടോ നല്ല ഇനി കുറച്ച് താഴത്തും കൂടെ കേട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനലി നമുക്കൊരു ലിപ്സ്റ്റിക്കും കൂടെ ഇട്ടേക്കാം. ലിപ്സ്റ്റിക്കും ഡൈനയുടെ തന്നെയാണ്. ഇതിൻ്റെ വന്നിട്ട് റോജ് എന്ന് പറഞ്ഞിട്ടൊരു കളറാണ്. ഷെയ്ഡ് റോജ് എന്നാണ് ഷെയ്ഡ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ലിപ്സ്റ്റിക്കുന്നത് തോന്നുന്നത്. കണ്ടോ, അപ്പോൾ ലുക്ക് തന്നെ മാറി കേട്ടോ. ലിപ്സ്റ്റിക്കും കൂടി ഇട്ടപ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് കണ്ടോ, നേരത്തെ തന്നെ കണ്ടൊരു കുളത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത്. നല്ല അടിപൊളി ലുക്കായില്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് വളരെ ഇതൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുള്ള ഓൾഫെബിൻ്റെ പ്രോഡക്റ്റ്സാണ്. എന്ന് പറഞ്ഞാൽ റെനേഡേയും നല്ല നമുക്ക് എനിക്കിത് രണ്ടും കൊണ്ട് നല്ല ഓഫറിൽ കിട്ടിയതാണ്. റെനേഡേയും ഈ ലിപ്സ്റ്റിക്കിനും അതുപോലെ തന്നെ ഇതിന് കാജലിനും കൂടെ എനിക്ക് 599 അങ്ങനെ ഒരു റേറ്റിന് കിട്ടിയതാണ്. നല്ല പ്രോഡക്റ്റ്സാണ്. അതുപോലെ തന്നെ ഒറിഫ്ലെയിമിൻ്റെ ഈ ഫേസ് വാഷ് എനിക്ക് ഓഫർ ഉണ്ടായിരുന്നു. 229 അങ്ങനെ എന്തുവാണ് എനിക്ക് കിട്ടിയത് റേറ്റ്. ഇതെല്ലാം നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ്. പ്യുവർ സ്കിന്നിൻ്റെ പ്രൊഡക്ട്സ് എനിക്ക് ഇത് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല ഇട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് നല്ല മാറ്റി ഫിനിഷ് നമുക്ക് കിട്ടും. പിന്നെ ഗ്ലോ പോലെ ഫേസിൽ തോന്നാറുണ്ടോ. അത് ഈ ഓൺ കളർ ഫൗണ്ടേഷൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. നല്ല ഭംഗിയായിരിക്കും ഇട്ട് കഴിയുമ്പോൾ. നല്ല നാച്ചുറൽ ഗ്ലോ കിട്ടുന്നുണ്ട് ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുമ്പോൾ. ഓൺ കളറിൻ്റെ പ്യുവർ നാച്ചുറൽ ബേജ് എന്നാണ് എൻ്റെ ഷെയ്ഡിൻ്റെ പേര്. പിന്നെ എനിക്ക് പറയാനുള്ള ഇവരുടെ ഒരു ഫ്രണ്ട് തന്നെ ഒരു ബ്ലെമിഷ് ജെൽ. ഇത് പ്യുവർ സ്കിന്നിൻ്റെ ഒരു ആണ് കേട്ടോ. പ്യുവർ സ്കിന്നിൻ്റെ ഒരു പാട്ടാണ് ബ്ലെമിഷ് ജെൽ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ എനിക്ക് കണ്ടു ഫേസിൽ നല്ല കുരു വന്ന പാടുകളുണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ മേക്കപ്പ് ഇട്ടുകൊണ്ട് തോന്നുന്നില്ല, നല്ല പാടുകളുണ്ടായിരുന്നു. അതെനിക്കൊരു നന്നായിട്ട് കുറച്ച് തരുന്നത് ഈ ഒരു സാധനമാണ്. ബ്ലെമിഷ് ജെൽ എന്ന് പറഞ്ഞ ഈ പ്യുവർ സ്കിന്നിൻ്റെ ഇതാണ് എനിക്ക് നന്നായിട്ട് കുരുകളൊക്കെ മാറാൻ സഹായിച്ചത്. ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. അത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണിത്. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാണ്. നല്ല പ്രൊഡക്ട്സാണ്. എല്ലാവരും ഇതിൻ്റെ ലിങ്ക് വേണ്ടവരെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി. ഞാൻ എല്ലാ എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ലിങ്ക് അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.